ഇത്രയും എക്സ്പ്രഷനായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു തയ്യൽ മിഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ കണ്ണൂസും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നത്, കല്ലൂസ് കൂടെ ഇല്ലായിരുന്നു. അങ്ങനെ നേരെ തയ്ക്കാനാണ് കേട്ടോ പോയത്. ഗാലക്സി എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് ഫസ്റ്റ് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 മാസമായിട്ടോ ഞാൻ തയ്യൽ പഠിക്കാനുള്ള പ്രയാണത്തിന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയിട്ടാണ് പോയി തുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടുത്തെ ടീച്ചറായാലും സ്റ്റുഡൻസ് ആയാലും എല്ലാവരും നല്ല വൈബ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കുകയല്ലേ, ജോലിക്കൊന്നും ഇപ്പോൾ കുഞ്ഞ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം ഒരു 2 മണിക്കൂർ ഒന്ന് പോയി തയ്യൽ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. സ്വന്തം തുണി പിള്ളേർ തുണിയെങ്കിലും തയ്ക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ പോയത്. അത്യാവശ്യം നല്ല തയ്യക്കൂലി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിൽ കൊടുത്തൊന്നും അധികം തയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം മീഷോയാണ് കേട്ടോ ഏക ആശ്രയം എന്ന് പറയുന്നത്. പിന്നെ മെഷീൻ നോക്കുമ്പോഴത്തേക്കും എല്ലാവരും പല അഭിപ്രായം പറഞ്ഞു കേട്ടോ ഉപയോഗിക്കുന്നവരൊക്കെ. അപ്പോൾ സിംഗറിൻ്റെ മെഷീനാണ് നന്നായിട്ടുള്ളത്, അതുകൊണ്ട് അത് എടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫസ്റ്റ് പോയടുത്ത് അവിടെ അതില്ലായിരുന്നേ. പിന്നെ വേറൊരിടത്തും കയറാനും പറ്റിയില്ല, ഞായറാഴ്ച ആയതുകൊണ്ട്. പിന്നെ നല്ല ഉച്ചയ്ക്ക് ഇറങ്ങിയതല്ലേ, അപ്പോൾ നല്ലൊരു ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് വഞ്ചൂരുള്ള വീട്ടിലെ ഊണ് അത് കഴിക്കാനായിട്ട് പോയതാണ് കേട്ടോ. പിന്നെ ചിപ്പിയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു പ്ലേറ്റ് ചിപ്പി ഫ്രൈ കൂടെ വാങ്ങിച്ച്. അല്ലാതെ ചിപ്പി വാങ്ങിക്കാനായിട്ട് ഒരു രക്ഷയില്ല, അതിൽ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. 800 രൂപയ്ക്ക് കൂടുതലായിരുന്നു നമ്മൾ ചോദിച്ചപ്പോഴത്തേക്ക് ഒരു 50 ചിപ്പിക്കൊക്കെ പറഞ്ഞത്. അങ്ങനെ ഊണൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ബാക്കി പ്രയാണം പിറ്റേ ദിവസം അച്ഛൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ. അച്ഛൻ്റെ കൂടെ ചെന്നിട്ട് ഫസ്റ്റ് തന്നെ എംബ്രോയിഡറിയും കൂടെ ചേർന്നൊരു മെഷീനാണ് ഞാനത് നോക്കിയത്. എനിക്കിത് യൂസ് ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും ഭാവിയിൽ എപ്പോഴെങ്കിലും ഉപകാരപ്പെട്ടാലോ എന്ന് വെച്ചാണ് നോക്കിയത്. അപ്പോൾ അവിടെ നിന്നവർ തന്നെ പറഞ്ഞ് എൻ്റെ സെറ്റിങ്സൊക്കെ കുറച്ച് പാടാണ്, കുറച്ച് ഉപയോഗിച്ച് പഴക്കം വന്നാൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ പവർ മെഷീൻ നോക്കി. പവർ മെഷീൻ നല്ലതായിരുന്നു കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവരതെല്ലാം ഇട്ട രീതിയിൽ എങ്ങനെ ചെയ്യണമെന്നൊക്കെ കാണിച്ചൊക്കെ തന്നെ. പക്ഷേ EMIയുടെ കാര്യത്തിൽ ചെറിയൊരു പ്രോബ്ലം വന്നപ്പോഴത്തേക്കും പിന്നെ ആ ഒരു ശ്രമവും നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ നോർമൽ സിംഗറിൻ്റെ അംബ്രല്ലയുടെ മെഷീനാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അവരതിൽ ഓയിലൊക്കെ ഇട്ട് അതുപോലെ തന്നെ നൂല് കുരുക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് എടുത്തതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മെഷറിങ് ടേപ്പും അതുപോലെ സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറും ഒക്കെ തന്നിട്ടുള്ള ഒരു ബോക്സ് കിറ്റും ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ഇവർ തന്നെ അത് വീട്ടിൽ ഡെലിവറിയും ചെയ്തു. പിന്നെ പോണ വഴിക്ക് നമ്മളെ കണ്ണൂസിനെയും കൂടെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ മിഷൻ വീട്ടിൽ